ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ വ്ളോഗ്സ്. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ രാവിലെ ഞങ്ങൾ എണീച്ചു. അതിന് ശേഷം ദോശ. എന്നും ഞങ്ങൾ ദോശയാണ്, ഇന്നും ഞങ്ങളുടെ ദോശയാണ്. ഉച്ചയ്ക്ക് ഞങ്ങൾ എഗ് ബിരിയാണി. ആക്ച്വലി ഞാൻ പ്രീവിയസ് ആയി പറഞ്ഞ റെസിപ്പി അല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പിയിലാണ് എഗ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഉള്ളി കട്ട് ചെയ്തു. അതിന് ശേഷം ഞാൻ എണ്ണയിലോട്ട് ഉള്ളിയിട്ട് വഴറ്റി കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ബിക്കോസ് നെയ്യും കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതെ, വിചാരിച്ചതുപോലെ തന്നെ സൂപ്പറായിരുന്നു ഭക്ഷണം കഴിച്ചപ്പോൾ. സോ അങ്ങനെ വഴറ്റി ഭയങ്കരമായിട്ട് കുറേ നേരം വഴറ്റിക്കൊണ്ടിരിക്കണം. ആ സമയത്ത് ഞങ്ങൾ മുട്ട പുഴുങ്ങി. അതിനുശേഷം മുട്ടയുടെ മുകളിൽ ഇങ്ങനെ വരഞ്ഞിട്ട് മുട്ട നമ്മൾ വറക്കാനിട്ടു. വറക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് എണ്ണ, അതിൽ നമ്മൾ കുറച്ച് നേരം മുട്ട ഇങ്ങനെ ഇട്ടു. വരയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോട്ട് മസാല കയറാൻ വേണ്ടിയിട്ടാണ്. അതേ സമയം തന്നെ ഉള്ളി ആയി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഉള്ളിയിൽ നമ്മൾ നമ്മുടെ തക്കാളി പേസ്റ്റ് ഒഴിച്ചു. അതിനുശേഷം ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ മസാലകൾ, എല്ലാ മസാലകളും അച്ചാരം വെച്ചാണ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. എഗ് കറി ആയപ്പോൾ എല്ലാവരും വിചാരിക്കും, എഗ് കറി ആയതുകൊണ്ട് എല്ലാവരും വിചാരിക്കും മേ ബി എഗ് മസാല ഉണ്ടെന്ന്. പക്ഷേ എഗ് മസാല ഇല്ല, ഞങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാലയേ ഉള്ളൂ. എല്ലാ കറിയിലും ഞങ്ങൾ ചിക്കൻ മസാല എപ്പോഴും ഇടാറുണ്ട്. ഇത് ഞങ്ങളുടെ പി ജിയുടെ പുറത്തെ വ്യൂ ആണ്. പിന്നെ അതിലേക്ക് കുറച്ച് കേർഡ് ഇടും. കേർഡ് എന്ന് പറയുമ്പോൾ നല്ലതാണ് ആക്ച്വലി, നമ്മുടെ ഒരു പ്രോബയോട്ടിക് ആയിട്ടുള്ളൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്റ്റൊമക്കിന് ഇറ്റ്സ് വെരി ഗുഡ് ആക്ച്വലി. സോ അതുകൊണ്ട് കുറച്ച് കേർഡ് ഇട്ടു ഞങ്ങൾ. അങ്ങനെ കേർഡ് ഇട്ടതിന് ശേഷം അത് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിനുശേഷം തിളച്ചതിന് ശേഷം നമ്മൾ മുട്ട ഓരോന്നിട്ടു. ഞങ്ങൾ 4 മുട്ടയാണ് യൂസ് ചെയ്തിരിക്കണേ. ബിക്കോസ് ഞങ്ങൾക്ക് ഉച്ചയ്ക്കും രാത്രിക്കും വേണം. ഉച്ചയ്ക്കും മുട്ടയാണ്, രാത്രിയും മുട്ടയാണ്. അതിന് ശേഷം നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കുക. ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഉപ്പിട്ടു. ബിക്കോസ് അപ്പോൾ നമുക്കറിയാൻ പറ്റും ഉപ്പ് കുറച്ച് ശകലം കൂട്ടിയിട്ടാണ് ഉപ്പിട്ടിരിക്കണേ. ബിക്കോസ് നമ്മൾ റൈസിന് നമ്മളത്ര ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സോ അങ്ങനെ നമ്മുടെ എഗ് കറി അവിടെ ആയിക്കഴിഞ്ഞു. അപ്പുറത്ത് നമ്മുടെ റൈസും ആയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഇതാണ് ഫൈനൽ ലുക്ക്. അടിപൊളിയാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണത്. ആൻഡ് ഇറ്റ് വാസ് സോ ഗുഡ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, സീ യു.